സർ, ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള മഞ്ഞുരുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇതാ അടച്ചിട്ടിരുന്ന വ്യോമപാത ഇന്ത്യയും ചൈനയും കൂടി തുറക്കാൻ പോകുന്നു. ഇന്ത്യ ചൈന ഫ്ലൈറ്റുകൾ സർവീസ് പുനരാരംഭിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. നമുക്കറിയാം, ആ സമയത്ത് ടിക്ടോക്ക്, ക്ലബ് ഫാക്ടറി അങ്ങനെ തുടങ്ങി ഒട്ടനവധി ചൈനീസ് ആപ്പുകൾക്കടക്കം നമ്മുടെ കേന്ദ്ര സർക്കാർ പൂട്ടിട്ടിരുന്നു. ആ പൂട്ടുകൾ ഓരോന്നായി തുറന്നു വരികയാണ്. യഥാർത്ഥത്തിൽ രണ്ടാമത് ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒടുവിൽ അടുക്കുന്ന ഒരു ഇന്ത്യയും ചൈനയും ഉണ്ടല്ലോ. ആ ഒരു ഇന്ത്യ ചൈന ബന്ധത്തെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാൻ സാധിക്കും? ഇപ്പോഴിതാ പുറത്തു വരുന്ന ഈ ഒരു വാർത്ത, വ്യോമപാതകൾ വീണ്ടും തുറക്കുന്നു എന്ന വാർത്തയെയും വിനോദ് സാർ എങ്ങനെ വിലയിരുത്തും? നമസ്കാരം. ഇതിനകത്ത് നീതു 2020 COVID-19 വന്നപ്പോൾ, അതായത് കൊറോണ വൈറസ് വന്നപ്പോൾ അത് ചൈനയിലാണ് തുടങ്ങിയത്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഇന്ത്യ ചൈന നേരിട്ടുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചത് അപ്പോഴായിരുന്നു. ഇതിൻ്റെ തുടക്കം അങ്ങനെ. പക്ഷെ അതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ വന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻ്റാണ് ഈ 2020 ജൂൺ മാസത്തിൽ നമുക്കറിയാം ഗാൽവാൻ സംഘർഷം. അതായത് നമ്മുടെ ഇന്ത്യ ചൈന അതിർത്തിയിൽ അവിടുത്തെ ചൈന പട്ടാളക്കാരും ഇന്ത്യ പട്ടാളക്കാരും തമ്മിൽ വലിയ ഒരു ഉന്തും തള്ളും അടിപിടി ഉണ്ടായി. അതായത് അവിടെ തോക്ക് ഉപയോഗിക്കാറില്ല, ആരും തോക്ക് കൊണ്ട് അടക്കാറില്ല. ആ സ്ഥലത്ത് ഈ ഇന്ത്യ ചൈന ബോർഡറിൽ പാകിസ്ഥാൻ പോലല്ല, രണ്ടുപേരും വളരെ പ്രത്യേകമായിട്ട് ഉള്ള ഒരു ധാരണയാണ്. തോക്കുകൾ അവർ കൊണ്ടു നടക്കത്തില്ല, പക്ഷേ അവർ വടിയും കമ്പും ഒക്കെ കൊണ്ടു നടക്കും. ആ സമയത്ത് ഇവർ ആണി വരിഞ്ഞു കെട്ടിയ വലിയ കമ്പുകളുമായിട്ട് വന്ന് ഇന്ത്യൻ പട്ടാളക്കാരുമായിട്ട് ഉണ്ടാക്കുകയും ഇവർ ഇന്ത്യയുടെ മലയാളിയായ കേണൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ, കൊല്ലുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇന്ത്യൻ പട്ടാളം ശക്തമായിട്ട് ഇതേപോലെ ഈ കമ്പുകളും ആയുധങ്ങളും വെച്ചിട്ട്, അതായത് തോക്കല്ല, നമ്മുടെ ഈ നേർക്ക് നേർ കൈ കൊണ്ടുള്ള അടിപിടി പോരാട്ടത്തിൽ ഏകദേശം 50ഓളം ചൈനക്കാർക്ക് വധിക്കുകയൊക്കെ ചെയ്തൊരു വലിയ പ്രശ്നമായതാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ. അപ്പോൾ അതോടുകൂടി ഈ കോവിഡിൻ്റെ സമയത്ത് തുടങ്ങിയ പ്രശ്നമാണെങ്കിൽ ഈ ഗാൽവാൻ പ്രശ്നം മോശമായതോടുകൂടി ഇത് എന്നേക്കുമായി അന്നാണ് ഇന്ത്യ ചൈനീസ് ആപ്പുകൾ, നേരത്തെ പറഞ്ഞ ടിക്ടോക്ക്, ഇതൊക്കെ ഒഴിവാക്കിയത്. ടിക്ടോക്ക് ഇന്ത്യയിൽ ധാരാളം പേർ ഉപയോഗിച്ചത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സാധനം മേടിക്കുന്നത് പോലെ തന്നെ ഉപയോഗിച്ചിരുന്ന വേറൊരു സാധനമാണ് ഈ അവരുടെ ആലിബാബ. നമുക്ക് ഇവിടെ നിന്ന് അത് ആപ്പിൽ ചൈനയിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റും. ഞാൻ ധാരാളം ചെയ്തിട്ടുണ്ട്. ചെറിയ എല്ലാം വലിയ വിലയില്ലാത്ത നിസ്സാരമായ സാധനങ്ങൾ. പക്ഷെ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള, ഇന്ത്യയിൽ കിട്ടുന്നതിനേക്കാളും വില കുറവായിട്ട് കിട്ടുമായിരുന്നു. ഞാൻ ഓർഡർ ചെയ്യായിരുന്നു. പലപ്പോഴും അത് ഇന്ത്യ പോസ്റ്റിലാണ് വരിക. അവരും അവരുടെ പോസ്റ്റും ഇന്ത്യൻ പോസ്റ്റും തമ്മിൽ, ഇന്ത്യൻ പോസ്റ്റൽ സർവീസും തമ്മിലുണ്ടായിരുന്ന ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് നിസ്സാരമായ വിലയ്ക്ക് നമുക്ക് വരും സാധനങ്ങൾ. നല്ല ഉപയോഗമുള്ള ഒരുപാട് സാധനങ്ങൾ ഞാൻ ചെറുത് മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിന്നുപോയി. അതായത് ചൈനീസ് ആപ്പുകൾ നിരോധിച്ചതോടുകൂടി ഇതെല്ലാം നിന്നുപോയി. അപ്പോൾ അതൊരു ഭയങ്കര വേറൊരു പ്രശ്നത്തിലോട്ട് മാറി. മാത്രമല്ല, നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് മെഡിസിൻ, എഞ്ചിനീയറിംഗ്, ഇപ്പം തന്നെ ഏകദേശം 23,000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ചൈനയിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കുന്നുണ്ട്. അപ്പം ഈ ഇപ്പം ഞാൻ ചൈനയിൽ വളരെ മുന്നേ, അവിടുത്തെ ഒളിമ്പിക്സ് തുടങ്ങുന്നതിനോ ഏകദേശം എനിക്കൊന്ന് 20-23 വർഷത്തിന് മുന്നേ തന്നെ ചൈനയിൽ പോയിട്ടുണ്ട്. നല്ല രസമായിരുന്നു. ഞാൻ ബീജിങ്, ഷാങ്ഹായി ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ അപ്പം ഞങ്ങളൊക്കെ പോരുന്നത് എന്ന് വെച്ചാൽ, ഒന്ന് ഡൽഹിയിൽ നിന്നാണ് പലപ്പോഴും വിമാന സർവീസ്, ഡൽഹിയിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോകാനാണെങ്കിൽ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ സിംഗപ്പൂർ വഴിയോ അല്ലെങ്കിൽ മലേഷ്യ വഴിയാണ് ചൈനയിലേക്ക് പോവുക, ബീജിങ്ങിലേക്ക് പോവുക. പക്ഷേ ഇന്നിപ്പോൾ ഡയറക്റ്റായിട്ട് ഫ്ലൈറ്റ് വരികയാണെങ്കിൽ, ഇപ്പം ഇന്നത്തെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ, ഞാൻ നേരത്തെ പറഞ്ഞാൽ 23,000 വിദ്യാർത്ഥികളും പോകുന്നവർക്ക് ഇതേ ഉള്ളൂ വഴി. നേരെ മറിച്ച് ഇനിയിപ്പം ഈ ഡയറക്റ്റായിട്ട് വിമാന സർവീസ് തുടങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് സമയം ലാഭമുണ്ട്. ഇവിടുന്ന് നേരെ ചൈനയ്ക്ക് പോകണമെങ്കിൽ, ഇപ്പം ഡൽഹിയിൽ നിന്നായാലും ശരി, അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ നമ്മൾ കൊച്ചിയിൽ നിന്നൊക്കെ ചിലപ്പം വരുമായിരിക്കും. വന്നു കഴിയുമ്പോൾ നമുക്ക് സമയം ഒരുപാട് ലാഭമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചിലവ് ഒരുപാട് കുറയും. അപ്പോൾ അതുകൊണ്ട് ഈ വിദ്യാർത്ഥികൾക്കും അതുപോലെ ധാരാളം ബിസിനസ്സുകാരും വ്യാപാരികളും ചൈന ഇപ്പോഴും സന്ദർശിക്കുന്നുണ്ട്. ഇപ്പം ഈ നേരിട്ടുള്ള വിമാന സർവീസ് ഇല്ലാത്തതുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംഗപ്പൂർ, ഹോങ്കോങ്, മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ ആദ്യം പോയിട്ടാണ് പിന്നെ അവർ ചൈനയ്ക്കുള്ള അടുത്ത പ്ലെയിൻ എടുക്കുക. അപ്പോൾ ധാരാളം ചെലവും കൂടും, സമയവും നഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ബിസിനസ്സുകാർക്ക് അവരുടെ സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈ ഡയറക്റ്റായിട്ട് ഫ്ലൈറ്റ്സ് വന്നു കഴിയുമ്പോൾ ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് കുറച്ചും കൂടെ ഒരു പുനർജീവൻ നൽകും. വിനോദസഞ്ചാരമായിക്കോട്ടെ, സാംസ്കാരിക ബന്ധങ്ങളായിക്കോട്ടെ,
അതൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആകാനുള്ള ഒരു മറ്റേ ഇപ്പൊ നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വിമാന സർവീസേ ഇല്ലെന്ന് പറയുമ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ള ധാരണ എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അത് വളരെ ഒരു പ്രധാന. ഇനി ഇതൊരു തുടക്കം മാത്രമാണ്, ഈ വിമാന സർവീസ് തുടങ്ങുന്ന ഒരു തുടക്കം മാത്രമാണ്. അതുപോലെ തന്നെ ഇതിന്റെ പുറകിൽ ഇനിയിപ്പോൾ ഉടൻ പ്രതീക്ഷിക്കാവുന്ന ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതായത് വിസ സൗകര്യം. ഈ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ബിസിനസ്സുകാർക്കും ഒക്കെ വിസ നൽകൽ ഇനിയിപ്പോൾ കുറച്ചും കൂടെ സുഗമമാകാൻ അടുത്ത പടിയായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ എയർ സർവീസ് എഗ്രിമെന്റ് ഉണ്ട്. എത്ര വിമാനങ്ങൾ ഇങ്ങോട്ട് വരണം, ഏതൊക്കെ റൂട്ടുകളിൽ ആരൊക്കെ ഓടിക്കും, ഏത് എയർലൈൻസ് ആണ്, ഇതൊക്കെ ധാരണയിൽ എത്തേണ്ട ഇനി വരാൻ പോകുന്നു. ഇതിപ്പോ പ്രിൻസിപ്പളിൽ ഇങ്ങനെ തീരുമാനിച്ചിട്ടേ ഉള്ളൂ. അതിനകത്ത് എത്ര വിമാനങ്ങൾ അങ്ങോട്ട് പോകാം, എത്ര വിമാനങ്ങൾ ഇങ്ങോട്ട് വരാം, ഏതൊക്കെ റൂട്ട് വഴി ആരൊക്കെ പോകും, ഏത് എയർലൈൻസിനാണ് എൻ്റെ പെർമിഷൻ കിട്ടുക. അപ്പൊ അത് തന്നെ നമുക്കറിയാം, ഇന്ത്യ ചൈന വ്യാപാരം എന്ന് പറഞ്ഞ 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം $135 ബില്യൺ അധികമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് $100 ബില്യൺ മുകളിൽ വ്യാപാര കമ്മിയുണ്ട്. അതായത് നമ്മൾ മൊത്തം ഇങ്ങോട്ടാണ് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ചൈനയിലോട്ട് കയറ്റി അയക്കുന്നത് വളരെ 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 കുറവാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ റഷ്യയിലോട്ട് അയക്കുന്നത് വളരെ കുറവായതുപോലെ ചൈനയിലോട്ട് വിടുന്നത് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്കൊരു $100 മില്യൺ ഡെഫിസിറ്റ് ഉണ്ട്. അപ്പൊ ഈ ഫ്ലൈറ്റുകൾ തുറക്കുന്നതോടുകൂടി വ്യാപാരം കുറച്ചും കൂടെ ബെറ്റർ ആവും. കുറച്ച് കഴിയുമ്പോൾ കമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾ തന്നെ വരും. അതായത് കമേഴ്ഷ്യൽ ഫ്ലൈറ്റ് സാധനം കൊണ്ട് കാർഗോ ഫ്ലൈറ്റുകൾ തന്നെ വരും. അപ്പൊ നമുക്ക് ആ എക്സ്പോർട്ടുകൾ കുറച്ചും കൂടെ കൂടാൻ വലിയ സഹായിക്കും. അതായത് അവിടുന്ന് എന്തായാലും പ്ലെയിൻ ഇങ്ങോട്ട് വരും, നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അതനുസരിച്ചിട്ട് നമുക്കും എക്സ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള വലിയ സൗകര്യം വരും. മാത്രമല്ല ഇതിപ്പോ അതിർത്തിയിൽ നമുക്കറിയാലോ, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയും, LAC എന്ന് പറയും. ആ LACയിലുള്ള പ്രശ്നങ്ങൾക്ക് കുറച്ചും കൂടെ അയവ് വരും. ആ ഒരു ടഫ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ചും കൂടെ അയവ് വരും. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് കൈലാസ് മാനസരോവർ യാത്ര, മാനസ സരോവർ. ഇതൊക്കെ നിന്നുപോയിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ വീണ്ടും തുടങ്ങുക എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് കൈലാസത്തിൽ പോവുക, മാനസ സരോവർ അവിടെയൊക്കെ പോവുക എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് ചൈനയുടെ കയ്യിരിക്കുന്ന ഏരിയകളാണ്. അതുപോലെ തന്നെ വളരെ പ്രസക്തമായ മറ്റൊരു കാര്യമാണ് ഈ ബ്രഹ്മപുത്ര നദി ചൈനയിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ കൂടെയാണ് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നത്. അപ്പൊ അതിന്റെ ഡേറ്റ നമുക്കറിയാം. ഇപ്പൊ പാകിസ്ഥാനുമായിട്ട് ആ ഡേറ്റ ഷെയറിങ് നമ്മൾ നിർത്തിവെച്ചു. ഇപ്പം നമുക്ക് ആ ഡേറ്റ ഒന്നും കിട്ടുന്നില്ല. അത് വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ബ്രഹ്മപുത്ര നദിയിലൊക്കെ പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഈ വെള്ളം എന്താ കൂടുന്നു, വെള്ളത്തിന്റെ അളവ് കൂടി വരുന്നു എന്നുള്ളത് നമുക്കൊരു പ്രയർ ഇൻഫർമേഷൻ കിട്ടുക എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ ചൈനയിൽ നിന്നാണ് ഒഴുകി ബ്രഹ്മപുത്ര ഇന്ത്യയിൽ കൂടി കുറച്ച് ഒഴുകിയിട്ട് നേരെ ബംഗ്ലാദേശിലേക്ക് പോകുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചോളം വളരെ വളരെ പ്രസക്തമാണ്. കാരണം ഈ പ്രളയ സുരക്ഷ അല്ലെ പ്രളയ നിയന്ത്രണം, ബാക്കിയുള്ള സ്ഥലത്തോട്ട് തുറന്നു വിടാനുള്ള പരിപാടികൾ, ജലസുരക്ഷ, ഇതിനൊക്കെ ഈ ഡേറ്റ നമുക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താണെന്നൊക്കെ തോന്നുമെങ്കിലും ഈ ഹൈഡ്രോളജിക്കൽ ഡേറ്റ ഷെയറിംഗ് എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഒരു രാജ്യത്ത് നിന്ന് മറ്റേ രാജ്യത്തിലോട്ട് ആ നദി ഒഴുകുന്നുണ്ടെങ്കിൽ ഇതേ പ്രശ്നം നമ്മൾ പാകിസ്ഥാനുമായിട്ടുണ്ട്. പാകിസ്ഥാൻ ആകപ്പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇതുപോലത്തെ ഡേറ്റ കൊടുക്കുന്നതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ഇങ്ങനത്തെ ബ്രിക്സ് നേഷൻ എന്ന് പറയും. ഇപ്പൊ അതിനകത്ത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഒരു പ്രശ്നം ഒരു കല്ലുകടിയാണ്. അതുപോലെ തന്നെയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഷാങ്ഹായ് SCO എന്ന് പറയും, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. അപ്പൊ ഇതൊക്കെ ഉള്ള സഹകരണം മെച്ചപ്പെടുത്തുവാൻ ഇന്ത്യ ചൈന ബന്ധം വളരെ പ്രസക്തമാണ്. അതിന്റെ മഞ്ഞുരുകുന്നതിന്റെ ആദ്യ സൂചനയാണ് ഈ ഫ്ലൈറ്റുകൾ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ധാരാളം വെല്ലുവിളികളുണ്ട്. അത് നമ്മളറിയാം. നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ്, ഈ വ്യാപാര കമ്മി എന്ന് പറയും, അത് ഈ ഫ്ലൈറ്റ് തുറക്കുന്നതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടിങ് ഇങ്ങോട്ട് വരുന്നതിന് പോലെ തന്നെ നമുക്ക് എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. നമ്മുടെ ടെലികോം, ടെക്നോളജി, ഡേറ്റ സുരക്ഷ, ഇവയിലൊക്കെ ചൈന എപ്പോഴും ഒരു ഭീഷണിയാണ്. നമ്മുടെ ടെലികോം ആയിക്കോട്ടെ, ടെക്നോളജിയിലായിക്കോട്ടെ, ഡേറ്റ സുരക്ഷ, ഇതെല്ലാം ചൈന അടിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് എപ്പോഴും ഭയമുള്ള ഒന്നാണ്. അതുകൊണ്ട് ഈ പരസ്പര സഹകരണവും പരസ്പര ബഹുമാനവും വർദ്ധിപ്പിക്കുവാൻ തുടക്കമായിട്ട് അത് വളരെ പ്രസക്തമാണ്. ഇന്നത്തെ പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, അമേരിക്കയുമായിട്ട് നമ്മൾ അകലും തോറും ചൈനയും നമ്മളുമായിട്ടുള്ള ബന്ധം സ്ട്രോങ് ആയി വരികയാണ്. അതേസമയം ചൈനയും പാകിസ്ഥാനും തമ്മിൽ ചെറിയ അകൽച്ച തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചൈനയ്ക്ക് ഇന്ത്യയോട് താല്പര്യം വരും. അപ്പൊ ഇത് നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു ബുദ്ധിയുള്ള രാഷ്ട്രത്തിന്റെയും അതിനെ നയിക്കുന്നവരുടെയും പ്രധാനമായ തന്ത്രം.
അല്ലെങ്കിൽ പ്രധാനമായ റെസ്പോൺസിബിലിറ്റി. ചൈനയെ ശത്രുവാകാതെ മിത്രമാക്കുന്നതാണ് ഇന്ത്യക്ക് എപ്പോഴും നല്ലത്. അത് ആ ചൈനയും കൂടെ റെഡി, ഇപ്പം നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, ചൈനയും കൂടെ റെഡിയാണ്. അപ്പം ചൈന റെഡിയായി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ ബന്ധം സ്ട്രോങ് ആക്കാം. പണ്ട് നമ്മളൊരു യുദ്ധം ചെയ്തു, പണ്ട് നമുക്ക് ഇന്ത്യക്ക് കഴിവില്ലായിരുന്ന സമയത്താണ് ഇന്ത്യയെ ചൈന തോപ്പിച്ച് 65-ല്. ഇനി അത് നടക്കത്തില്ലെന്ന് അവർക്കും കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ അവർക്ക് ബഹുമാനമുണ്ട്. ആ ബഹുമാനം നിലനിൽക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സൗഹൃദം, സുഹൃത്ത് ബന്ധം, ഡീലിങ്ങുകളൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. മറ്റത് നമ്മൾ തോറ്റു നിൽക്കുന്ന സാഹചര്യത്തിലൊന്നും പ്രസക്തിയില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ സ്വീകരിക്കേണ്ട സമീപനം എന്ന് പറയുന്നത് ഇതിനെ ഘട്ടം ഘട്ടമായി, പെട്ടെന്ന് അതങ്ങനെ എല്ലാം തുറന്നു കൊടുക്കുക എന്നുള്ള, പതുക്കെ പതുക്കെ ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ ഓരോന്നോരോന്നായിട്ട് തുറക്കുക. ആദ്യം സുരക്ഷിതമായ മേഖലകളിൽ തുടങ്ങി, പിന്നെ അത് മറ്റു മേഖലകളിലോട്ട് വ്യാപിപ്പിക്കുക. അതുപോലെ മാത്രമല്ല, എല്ലാ കരാറുകളും ഇവന്മാർ എപ്പോഴാണെങ്കിലും പണി ഉണ്ടാക്കാൻ സാധ്യതയുള്ളവരായതുകൊണ്ട് ചൈനക്കാർ അതിനെ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തുക, കരാറുകൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ രാജ്യ താല്പര്യം, നമ്മുടെ ഇന്ത്യ ഫസ്റ്റ് അല്ലെ അമേരിക്ക ഫസ്റ്റ് എന്ന് അവർ പറയും പോലെ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ് ആദ്യം നിൽക്കേണ്ടത്. അപ്പൊ ദേശീയ കാര്യങ്ങൾക്ക്, ദേശീയ താല്പര്യങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന കാര്യത്തിൽ നമ്മൾ ചൈനയുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് ഒരുപക്ഷെ ഈ നേരിട്ടുള്ള വിമാന സർവീസ് പുനരാരംഭിക്കേണ്ടത് വളരെ പ്രസക്തമായ കാര്യമാണ്. അത് കുറച്ചും കൂടെ സ്ഥിരമായ സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും ഉറപ്പ് ഒന്നും കൂടി ബലപ്പെടുത്തും. അപ്പൊ അതാണ് എൻ്റെ കാര്യം. അപ്പൊ ഇതാണ് ചൈനയും നമ്മളുമായിട്ടുള്ള ആ വിമാന സർവീസ് തുടങ്ങുന്നതിൽ നമുക്കുള്ള, പെട്ടെന്ന് കാണുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ പ്ലെയിനിൽ പോയി ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും ബിസിനസ്സുകാർക്കും പോകാം എന്നതിലുപരി അതിന് വേറെ ചില മാനങ്ങൾ കൂടിയുണ്ട്. അതാണ് പറയാൻ ശ്രമിച്ചത്. നീതു. യെസ്, അതാണ്. എന്തായാലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മഞ്ഞുരുകുകയാണ്. വിനോദ് സാർ പറഞ്ഞതുപോലെ വ്യോമപാത തുറക്കാൻ പോകുന്നു. ഈ രീതിയിൽ പാകിസ്ഥാനുമായി ചൈന പതുക്കെ അകലുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ അകൽച്ച ഇന്ത്യക്ക് ഏറെ ഗുണകരമാവുന്നു. ഇന്ത്യയും ചൈനയും തമ്മിൽ അടുക്കാൻ സാധിക്കും. വിനോദ് സാർ തന്നെ പറഞ്ഞതുപോലെ 65-ലെ യുദ്ധം പോലെ ഇനി എളുപ്പത്തിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന ബോധ്യം ചൈനയ്ക്കുണ്ട്. ആ ബഹുമാനത്തിൽ നിന്നും ഇന്ത്യയോടുള്ള, അല്ലെങ്കിൽ ഇന്ത്യ ചൈനയുമായി ഉണ്ടാക്കുന്ന ആ സൗഹൃദം, അത്തരം ഡീലുകളെല്ലാം ഏറെ കാലം നിലനിൽക്കുകയും ചെയ്യും. അതിനത്രയും ഉറപ്പുണ്ടാവുകയും ചെയ്യും. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.